പ്രേമലു എന്ന മലയാള ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ നടി മമിത ബൈജുവിന് വോട്ടില്ല. വോട്ട് പാഴാക്കരുതെന്ന സന്ദേശം പ്രചരിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് യൂത്ത് ഐക്കണാണ് നടി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് പാഴാക്കരുത് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്ന സ്വീപ് യൂത്ത് ഐക്കണാണ് നടി മമിത ബൈജു. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ മമിതയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്തവണ മമിതയുടെ കന്നി വോട്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ മമിതയുടെ പേരില്ലാത്തതാണ് വോട്ടില്ലാതിരിക്കാൻ കാരണമായത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്നലെയാണ് പ്രവർത്തകർ നടിയൂർ കിടങ്ങൂരിലെ വസതിയിൽ വോട്ടിംഗ് സ്ലിപ്പ് എത്തിച്ചു നൽകിയത്. അപ്പോഴാണ് മമിതയുടെ പേരില്ലാത്ത വിവരം അച്ഛൻ ഡോക്ടർ ബൈജു അറിഞ്ഞത്. സിനിമാ ജീവിതത്തിലെ തിരക്ക് വർദ്ധിച്ചത് കാരണമാണ് വോട്ട് ഉറപ്പാക്കാൻ കഴിയാതെ പോയതെന്നാണ് ഡോക്ടർ ബൈജു പറഞ്ഞതെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. വോട്ടർമാരെ ബോധവൽക്കരിക്കാനും വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കാനുമുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദ്ധതിയാണ് സ്വീപ് എന്നറിയപ്പെടുന്ന സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പ്രോഗ്രാം. പദ്ധതിയുടെ ഭാഗമായി കോട്ടയം മണ്ഡലത്തിലെ ഐക്കണുകളായി ജസ്റ്റിസ് KT തോമസ്, കമാൻഡർ അഭിലാഷ് ടോമി, മിസ് ട്രാൻസ് ഗ്ലോബൽ വിജയിയും മോഡലുമായ ശ്രുതി സിതാര, ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി എന്നിവരെ നിശ്ചയിച്ചത്. കന്നി വോട്ടർമാരെ ആകർഷിക്കാനാണ് മമിത ബൈജുവിനെ സ്വീപ് യൂത്ത് ഐക്കണായി തിരഞ്ഞെടുത്തത്. ജില്ലകൾ തോറും പൗരപ്രമുഖരെ ഐക്കണുകളായി നിശ്ചയിക്കാറുണ്ട്. വോട്ട് പാഴാക്കരുത് എന്ന സന്ദേശമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. നടൻ ടൊവിനോ തോമസ് ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡർ. അതേസമയം നാളെയാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ആകെ 2,77,49,159 വോട്ടർമാരാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 77.67 സംസ്ഥാനത്ത് പോളിംഗ് രേഖപ്പെടുത്തിയത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 74.06% പോളിംഗ് ശതമാനം 80% കുറയാതിരിക്കുക എന്നതാണ് ഇത്തവണത്തെ ലക്ഷ്യമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, M5 ന്യൂസ്.